നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുൻമന്ത്രി റോഷി അഗസ്റ്റിനെതിരായ മലങ്കര ടൂറിസം അഴിമതി ആരോപണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്താനായില്ലെന്ന് വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഈ ഘട്ടത്തിൽ നടത്തിയ പരിശോധനകളിൽ അഴിമതി നടന്നതിനോ ക്രമക്കേടുകൾ ഉണ്ടായതിനോ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന്. വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി എം എം മണി. ഉദ്യോഗസ്ഥർ മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുമെന്നും പോലീസും ഫോറസ്റ്റും തങ്ങൾക്ക് പുല്ലാണെന്നും എം എം മണി. എം എം മണിയുടെ വിമർശനം കർഷക സംഘം നടത്തിയ നഗരംപാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് മാർച്ചിനിടെ. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫിന്റെ പേരിൽ തനിക്കും വ്യാജ കോൾ വന്നെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് തനിക്ക് താൽപര്യമുള്ളയാളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്നായിരുന്നു വാഗ്ദാനം. ജൂലൈ 10-ാം തീയതിയാണ് കോൾ വന്നത്. ഇക്കാര്യം അപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിനെ അറിയിച്ചെന്നും ഡീൻ കുര്യാക്കോസ്. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സണെ പുറത്താക്കാൻ UDF-നുള്ളിൽ നടന്ന അണിയറ നീക്കങ്ങൾക്ക് താൽക്കാലിക വിരാമം. രാജിവെച്ചാൽ നടന്നതെന്തെന്ന് വെളിപ്പെടുത്തുമെന്ന ചെയർപേഴ്സന്റെ തുറന്നു പറച്ചിലിൽ നേതാക്കൾ വിരണ്ടതായി സൂചന. അതേസമയം നഗരസഭ ഭരിക്കുന്നത് കോൺഗ്രസ്, ലീഗ്, BJP ധാരണയിലുള്ള പവർ ഗ്രൂപ്പ് എന്ന ആരോപണവുമായി CPM. വിശദമായ വാർത്തകൾ. മുൻമന്ത്രി റോഷി അഗസ്റ്റിനെതിരായ മലങ്കര ടൂറിസം അഴിമതി ആരോപണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്താനായില്ലെന്ന് വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ഈ ഘട്ടത്തിൽ നടത്തിയ പരിശോധനകളിൽ അഴിമതി നടന്നതിനോ ക്രമക്കേടുകൾ ഉണ്ടായതിനോ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പരാതി ലഭിച്ചതിനെ തുടർന്ന് 1 മാസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. കേവലം പ്രാഥമിക നടപടിക്രമങ്ങളും കരാർ ഒപ്പിടലും മാത്രമേ പദ്ധതിയിൽ നടന്നിട്ടുള്ളൂവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. മുട്ടം സ്വദേശിയായ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ബേബി ചുസാണ് മലങ്കര ടൂറിസം പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് ജലവിഭവ വകുപ്പിൽ 112 കോടി രൂപയുടെ അഴിമതി നടന്നതായി പരാതി നൽകിയത്. ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഏതാണ്ട് 300ഓളം ഏക്കർ ഭൂമി 30 വർഷത്തേക്ക് വളരെ തുച്ഛമായ വിഹിതത്തിന് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയതിൽ വലിയ അഴിമതിയുണ്ടെന്നായിരുന്നു പ്രധാന ആരോപണം. കൂടാതെ ജലവിഭവ വകുപ്പിന് കീഴിലുള്ള മറ്റ് പല ഇറിഗേഷൻ പദ്ധതികളും ഇതേ കമ്പനി തന്നെയാണ് ഏറ്റെടുത്തതെന്നും പരാതിയിൽ ഉന്നയിച്ചിരുന്നു. പരാതി ലഭിച്ചതിനെ തുടർന്ന് 1 മാസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. പരാതിക്കാരൻ, ജലവിഭവ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, കരാർ ഏറ്റെടുത്ത സ്വകാര്യ കമ്പനി അധികൃതർ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചും നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചുമാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് തയ്യാറാക്കിയത്. സാമ്പത്തിക ഇടപാടുകളോ മറ്റ് അഴിമതികളോ നടക്കാത്തതിനാൽ മുൻമന്ത്രിയെ പ്രതികൂലമായി ബാധിക്കുന്ന തെളിവുകളൊന്നും ഈ ഘട്ടത്തിൽ കണ്ടെത്താനായില്ല. ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പി തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ട് നിലവിൽ ദക്ഷിണ മേഖലാ വിജിലൻസ് SP-ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം SP ഇത് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. വിശദമായ അന്വേഷണം വേണമോ അതോ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ വിജിലൻസ് ഡയറക്ടറുടെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. അന്വേഷണം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ വളരെ സ്വാഗതാർഹമായ നിലപാടായിരുന്നു റോഷി അഗസ്റ്റിൻ സ്വീകരിച്ചിരുന്നത്. 112 കോടിയുടെ പദ്ധതിയാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ആക്ഷേപങ്ങളോ പരാതിയൊക്കെ ഉണ്ടായാൽ പിന്നെ പരാതിയിൽ അന്വേഷിക്കാമല്ലോ. അന്വേഷണം ഏതായാലും ആവശ്യമാണ്. ഇറിഗേഷൻ ടൂറിസം എന്നൊരു കൺസെപ്റ്റ് PPP മോഡലിലാണ്. അപ്പോൾ ഇത് ചെയ്ത് നടപ്പിലാക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പെർസെൻറ്റേജ് സർക്കാരിലേക്ക് കിട്ടുകയും ചെയ്യണം. ലീസ് പീരീഡ് കഴിയുമ്പം ഈ മുതൽ മുടക്ക് സർക്കാരിലേക്ക് നിക്ഷിപ്തമാവുകയും ചെയ്യണം. ഈ കാലയളവിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ലീസിന് വിരുദ്ധമായി അല്ലെങ്കിൽ എഗ്രിമെൻറ്റിന് വിരുദ്ധമായി പ്രവർത്തിച്ചെങ്കിൽ ഇത് ക്യാൻസൽ ആവുകയും ചെയ്യും. നിക്ഷേപകർ കേരളത്തിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നതിനും കൂടെ തടസ്സം നിൽക്കുന്ന സ്ഥിതിയായതിപ്പം. അപ്പോൾ നിക്ഷേപ സൗഹൃദമായി കേരളത്തെ കൊണ്ടുപോകുന്നതിന് ഗവൺമെൻറ്റുകൾ മാറി വന്നാലും അതാണല്ലോ സർക്കാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ വരുന്നൊരു പദ്ധതിയാണ്. ഇതിനൊരു പൈസ സർക്കാരിന് മുതൽ മുടക്കില്ല. ഇത് ലാഭവിഹിതത്തിൻ്റെ ഷെയറല്ല, ടേൺ ഓവറിൻ്റെയാണ്. റവന്യൂ വരുമാനത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് സർക്കാരിലേക്ക് അടക്കുകയാണ്. ഗവൺമെൻറ് പൈസ അങ്ങോട്ട് മുടക്കുന്നില്ല. ഇതാണ് എൻ്റെ വസ്തുത. വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി എം എം മണി. ഉദ്യോഗസ്ഥർ മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുമെന്നും പോലീസും ഫോറസ്റ്റും തങ്ങൾക്ക് പുല്ലാണെന്നും അദ്ദേഹം പറഞ്ഞു. വനം വകുപ്പിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ കർഷക സംഘം നടത്തിയ നഗരംപാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റവന്യൂ ഭൂമിയിലെ വനം വകുപ്പിന്റെ കയ്യേറ്റം, കർഷകർക്കെതിരായ കള്ളക്കേസുകൾ, രൂക്ഷമായ കാട്ടാനശല്യം എന്നിവയ്ക്കെതിരെയായിരുന്നു കർഷക സംഘം ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാർച്ച്.
മാർച്ചിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത ഭാഷയിലാണ് എം മണി പ്രതികരിച്ചത്. കർഷകർ വീട് വെക്കുന്ന സ്ഥലത്ത് വനംവകുപ്പ് കയ്യേറാൻ വന്നാൽ കൈകാര്യം ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. ഈ കേരളത്തിൽ എത്ര ഗവൺമെന്റുകൾ മാറി മാറി ഭരണത്തിൽ വന്നു, അന്നൊന്നുമില്ലാത്ത ബോധോദയം ഫോറസ്റ്റുകാർക്കുണ്ടെങ്കിൽ അത് തിരുത്തിയില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തിരുത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾ നേരിടും. കേസൊക്കെ ഞങ്ങൾക്ക് പുല്ലുപോലെയാണ് നേരിടുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അതിനകത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അത് നിയമമൊക്കെ ഞങ്ങൾ കോടതിയിൽ കാണാം. അതാണ്. അതുകൊണ്ട് ഫോറസ്റ്റുകാർ പോലീസിന് ചമയണ്ട, പോലീസുകാരുടെ ഫോറസ്റ്റിന് ചമയണ്ട. മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്താൽ മര്യാദയ്ക്ക് നടക്കാം. ഇല്ലെങ്കിൽ മര്യാദകേട് ഞങ്ങൾ സ്വീകരിക്കേണ്ടി വരും. നിയമം കയ്യിലെടുക്കേണ്ടി വരും. നിയമം കയ്യിലെടുക്കുമ്പോൾ നിയമം മാങ്ങാത്തല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ മെക്കെട്ടുകാരാൻ വന്നാൽ വരുന്നവരെ ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഭരിക്കാൻ വന്ന ഭരണഭൂങ്കന്മാർ, കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ, PT ചാക്കോ അടക്കമുള്ളവരുടെ ഗവൺമെന്റ്, പട്ടന്താണു പിള്ളയുടെ ഗവൺമെന്റ്, ആർട്സ് ഗവൺമെന്റ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ അങ്ങ് പോയ കരുണാകരന്റെ ഗവൺമെന്റ് വരെ കോൺഗ്രസ് ഗവൺമെന്റുകൾ എന്നും മലയോര കൃഷിക്കാരന് പാരപണ തോന്നാനാണ്. എന്നും ആ പാരയും കൊണ്ടാണ് അവരുടെ പിന്മുറക്കാരനായ BD സതീശൻ ഇപ്പോ നമ്മളെ ഉമ്മാക്കി കാണിക്കാൻ വരുന്നു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ നൽകി. BD സതീശൻ വന്നതിന്റെ ഉങ്കാണ് കാണിച്ചു തരാം. BD സതീശൻ അവിടെ ഇരിക്കും. മനസ്സിലായില്ല? നിന്നെല്ലാം ഞങ്ങൾ ഇവിടെ വലിയ നേരിടും. സ്വകാര്യ ഭൂമിയിലെ ജണ്ടകൾ പൊളിച്ചുമാറ്റുക, കാട്ടാനശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ വനംവകുപ്പ് അടിയന്തരമായി അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം. കേരള കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CV വർഗീസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് NV ബേബി, ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, കർഷക ആക്ഷൻ കൗൺസിൽ കൺവീനർ ലിസി ജോസ്, PB സബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫിന്റെ പേരിൽ തനിക്കും വ്യാജ കോൾ വന്നെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് തനിക്ക് താൽപ്പര്യമുള്ളയാളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്നായിരുന്നു വാഗ്ദാനം. ജൂലൈ 10-ാം തീയതിയാണ് കോൾ വന്നത്. ഇക്കാര്യം അപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിനെ അറിയിച്ചു. വ്യാജ കോളാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ജൂലൈ 10-ാം തീയതിയാണ് കോൾ വന്നത്. അപ്പോൾ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് തട്ടിപ്പാണെന്നറിയാം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു ഗൗരവത്തിലെടുത്തിട്ട് ബഹുമാനിയായ പ്രിയങ്ക ഗാന്ധി മാഡത്തിൻ്റെ സെക്രട്ടറി രാജ്കുമാറിൻ്റെ റെഫറൻസ് പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹം പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ആ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച്, കാരണം രാജ്കുമാറുമായിട്ട് എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇങ്ങനെ താങ്കളുടെ പേര് പറഞ്ഞ് ഇന്നയാൾ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അതായത് വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് വന്നു. അപ്പോൾ ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അതിൽ 5 കോൺഗ്രസ് MLA-മാരാണ് വിജയിച്ച് വന്നിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ്സിനൊരു പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ നിന്നൊരു പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. ആ കാര്യത്തിൽ പാർട്ടി നിഷേധാത്മകമായൊരു സമീപനമാണ് സ്വീകരിച്ചത്. അപ്പോൾ ഒരു ആളെ, ഞാൻ പറയുന്ന ആളെ, ഞാനിപ്പോൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ MP എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ സജീവമായി നിന്നയാളെന്നുള്ള നിലയ്ക്ക് വിജയിച്ച് വന്ന MLA-മാരിൽ എനിക്കിഷ്ടമുള്ള ഒരാളെ മന്ത്രിയാക്കി തരാമെന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്ന ഓഫർ. പൈസയൊന്നും എന്നോട് പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും പോയില്ല. ഈ പറഞ്ഞതുപോലെ അപ്പോൾ തന്നെ ഞാൻ കോൾ മതിയാക്കി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സണെ പുറത്താക്കാൻ UDF-നുള്ളിൽ നടന്ന അണിയറ നീക്കങ്ങൾക്ക് താൽക്കാലിക വിരാമമെന്ന് സൂചന. രാജിവെച്ചാൽ നടന്നതെന്തെന്ന് വെളിപ്പെടുത്തുമെന്ന ചെയർപേഴ്സന്റെ തുറന്നുപറച്ചിലിൽ നേതാക്കൾ വിരണ്ടതായാണ് സൂചന. അതേസമയം നഗരസഭ ഭരിക്കുന്നത് കോൺഗ്രസ്, ലീഗ്, BJP ധാരണയിലുള്ള പവർ ഗ്രൂപ്പാണെന്ന ആരോപണവുമായി CPM-ഉം രംഗത്തെത്തി. UDF ധാരണപ്രകാരം തൊടുപുഴ നഗരസഭാ അധ്യക്ഷ പദവി ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിന് നൽകിയെങ്കിലും മുന്നണിക്കുള്ളിൽ പോര് രൂക്ഷമാണ്. കോൺഗ്രസിലെയും ലീഗിലെയും ഒരു വിഭാഗം കൗൺസിലർമാർ അധ്യക്ഷ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. UDF-ലെ തന്നെ ചില കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീലിനെതിരെ അണിയറ നീക്കങ്ങൾ നടന്നത്. മുന്നണി തീരുമാനങ്ങൾക്ക് ചെയർപേഴ്സൺ വഴങ്ങുന്നില്ലെന്നായിരുന്നു ആരോപണം. പാർട്ടിയോ മുന്നണിയോ തന്റെ രാജി ആവശ്യപ്പെട്ടേക്കുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് രാജിവെച്ചാൽ വെളിപ്പെടുത്തൽ നടത്തുമെന്ന് ചെയർപേഴ്സൺ സാബിറ ജലീൽ തുറന്നടിച്ചത്. ഇതോടെ അണിയറ നീക്കങ്ങൾ നിലച്ചതായാണ് സൂചന.
ആരോപണം എല്ലാവർക്കും ഉന്നയിക്കാമല്ലോ. അതുമാതിരി ഇപ്പോൾ സ്റ്റാഫുകൾ ഈ പറഞ്ഞതിൽ, അതായത് ഈ ലീഗ് പ്രവർത്തകരോ അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള ആരോ നാളെ ഇതുവരെ എന്നോട് ഈ ഒരു ആവശ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടില്ല, എന്നെ സമീപിച്ചിട്ടില്ല. എന്നോട് ഡയറക്റ്റ് പുറത്തുനിന്നുള്ള പല പ്രതികരണങ്ങളും കേൾക്കുന്നുണ്ടെങ്കിൽ പോലും എന്നോട് വന്നിട്ടില്ല. രാജിക്ക് സന്നദ്ധയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം വേണമല്ലോ. കാരണമില്ലാണ്ട് രാജിക്ക് സന്നദ്ധയാണ് എന്ന് പറയുന്നത് കൊണ്ട് ഇതില്ലല്ലോ. മങ്ങാട്ടുകവലിയിലെ അനധികൃത നിർമ്മാണം പൊളിക്കണമെന്ന് ചെയർപേഴ്സണും എഞ്ചിനീയറിംഗ് വിഭാഗവും തീരുമാനമെടുത്തെങ്കിലും മുന്നണിക്കുള്ളിലെ കടുത്ത എതിർപ്പ് മൂലം തീരുമാനം നടപ്പിലാക്കാനായിട്ടില്ല. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ചെയർപേഴ്സൺ എടുത്തതും മുന്നണിക്കകത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചു. അതേസമയം നഗരസഭയിൽ ഭരണം നടത്തുന്നത് ചില ലീഗ്, കോൺഗ്രസ്, BJP കൗൺസിലർമാർ ചേർന്ന പവർ ഗ്രൂപ്പാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. ഇവർ തന്നെയാണ് ചെയർപേഴ്സണെ അട്ടിമറിക്കുന്നതെന്നും CPM ആരോപിച്ചു. മുനിസിപ്പൽ നഗരസഭയുടെ ഭരണസമ്പന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 17-ാം തീയതി രാവിലെ 10 മണിക്ക് തൊടുപുഴ വെസ്റ്റ് ഓഫീസിൽ നിന്ന് പ്രതിഷേധ പ്രകടനം ആരംഭിച്ച് മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിഷേധ യോഗം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി CU വർഗീസ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. സെക്രട്ടറി അടക്കം ജീവനക്കാരുടെ വലിയ കുറവ് നഗരസഭയിലുണ്ട്. ഇതിന് പിന്നാലെ ഭരണകക്ഷിയിലെ അന്തർനാടകങ്ങൾ കൂടിയായപ്പോൾ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ താറുമാറായിരിക്കുകയാണ്. ഭരണസ്തംഭനത്തിനെതിരെ കടുത്ത പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് LDF. വൈദ്യുതി പ്രതിസന്ധി സർക്കാരിന്റെ തട്ടിപ്പെന്ന് മുൻ വൈദ്യുതി മന്ത്രി M.M. മണി. ഇല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കി സ്വകാര്യ മേഖലയ്ക്ക് കടന്നു വരാനുള്ള അവസരം ഒരുക്കുന്നു. മുൻപും മഴയിൽ കുറവുണ്ടായത് വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയാണ് ഇത് പരിഹരിച്ചത്. ഇതിന് തയ്യാറാകാതെ സർക്കാർ കൃത്രിമ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. VD സതീശനും വൈദ്യുതി മന്ത്രിയും പണം തട്ടാനുള്ള വഴിയൊരുക്കുകയാണ്. ഇതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്നാണ് സംശയിക്കുന്നതെന്നും M.M. മണി ചെറുതോണിയിൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ ആവശ്യമുള്ള വൈദ്യുതിയുടെ ഒരു 40-50% കൂടുതൽ ഉൽപ്പാദനമില്ല. ഞാൻ മന്ത്രിയായിരുന്നപ്പം 40%. ഇപ്പം മഴ കുറവാണെങ്കിൽ അത് പ്രശ്നമാണ്. മഴ കുറവെന്നാൽ ഡാമിൽ വെള്ളം കുറയും. ഡാമിൽ വെള്ളം കുറഞ്ഞെന്നാൽ വൈദ്യുതി ഉൽപ്പാദനം കുറയും സ്വാഭാവികമായി. അപ്പോൾ ഇതൊരു കാര്യമെന്ന് അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും ഈ അവസ്ഥയത്തോട്ടായിരുന്നു. പക്ഷെ അന്ന് വൈദ്യുതി കട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി വിവിധ സ്ഥാപനം വഴി കരാറുണ്ടാക്കി, താപനിലയം വഴിയെല്ലാം കരാറുണ്ടാക്കി പുതിയ വൈദ്യുതി വാങ്ങിച്ചാണ് ഇവിടെ വൈദ്യുതി കട്ട് ഒഴിവാക്കലും സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ചുള്ളതാണ്. അത് ചരിത്രത്തിലാദ്യമാണ്, ചരിത്രത്തിൽ. അതേസമയം കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഭരിക്കുമ്പം ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ഉള്ളത് വെച്ച് തട്ടിക്കൂട്ടി ഇല്ലാത്ത സ്ഥലം ഇരുട്ടിലാക്കും കേരളത്തെ. അത് മുൻകാല അനുഭവമാണ്. LDFിൻ്റെ ഗവൺമെൻറ്റാണ് ഇതിൽ മാറ്റം വരുത്തിയത്. കോൺഗ്രസ് വീണ്ടും വന്നു, സതീശൻ വീണ്ടും കേരളം ഇരുട്ടിലാകുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ പറയാൻ പുതിയ കാര്യമല്ലെന്ന്. കേരളത്തിൽ ആവശ്യമുള്ള വൈദ്യുതി അന്നുമില്ല ഇന്നുമില്ല. ഉള്ളത് ഉപയോഗിക്കുക ഫലപ്രദമായി, രണ്ടാമത് പോരാത്തോ വാങ്ങുക. കിട്ടാനുണ്ട് ഇഷ്ടം പോലെ കിട്ടും. കരാർ വെച്ചാൽ വില കൊടുത്താൽ മതി. ജനങ്ങൾ കാശ് തരുന്നില്ല. അത് വാങ്ങാതെ ഒരുമാതിരി തട്ടിപ്പാണ് സതീശനും കൂട്ടരും കൂടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സതീശനും കൂട്ടുകാതെ വൈദ്യുതി മന്ത്രിയത്, പക്ഷേ മുഖ്യമന്ത്രിയല്ലേ നിലപാടെടുക്കേണ്ടത്. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണ നിരോധനം നീക്കാൻ UDF സർക്കാർ നടപടിയെടുത്തെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇതോടെ 1 വർഷത്തെ അനിശ്ചിതത്വം പരിഹരിക്കപ്പെട്ടു. സ്ഥലത്ത് വനം വകുപ്പിന് അവകാശമില്ലെന്ന് UDF സർക്കാർ തീരുമാനമെടുത്തു. ഇടത് സർക്കാർ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത പ്രശ്നമായിരുന്നു ദേശീയപാതയിലെ നിർമ്മാണ പ്രതിസന്ധി. ഇടുക്കി ജനതയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് നന്ദി പറയുന്നതായും MP പറഞ്ഞു. ഇക്കാര്യത്തിൽ ദേശീയപാത 85 കൊച്ചി മൂന്നാർ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1 വർഷത്തിലധികമായി നിലനിന്നിരുന്ന അനിശ്ചിതത്വം പരിഹരിക്കപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഉദാരമായ സമീപനം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ദേശീയപാതയിൽ നേര്യമംഗലം വാളറ സ്ട്രെച്ചിൽ വനം വകുപ്പിന് അവകാശമില്ല എന്ന് അസന്നിഗ്ധമായി UDF ഗവൺമെൻറ് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ തീരുമാനമെടുക്കുന്നതിന് മുഖ്യമായ കാരണം
ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ ഇടുക്കി ജനതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന അവസരത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായി പഠിക്കുകയും ഇടുക്കി ജില്ലയിലെ മുഴുവൻ ആളുകൾ എന്ന് വെച്ചാൽ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പൊതുമണ്ഡലത്തിൽ നിന്നും ഒരുപാട് സംഘടനകൾ, അതുപോലെ വ്യത്യസ്ത വീക്ഷണമുള്ള ഒരുപാട് ആളുകൾ അക്കാര്യത്തിൽ UDF നേതൃത്വത്തിന് മുമ്പാകെ അന്നത്തെ പ്രതിപക്ഷ നേതാവിന് മുമ്പാകെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം, ഇത് ഇടതുപക്ഷ ഗവൺമെൻറ് മനഃപൂർവ്വം സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു BJPയുടെ പ്രാദേശിക നേതാവ് ഹൈക്കോടതിയിൽ പോയി അനാവശ്യമായി ഒരു ഹർജി നൽകുകയും ആ ഹർജിയിൽ ഈ പ്രദേശം വനഭൂമിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും അതേ തുടർന്ന് അന്നത്തെ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയുടെ പേരിൽ ആ നൽകപ്പെട്ടതായ ഹർജിക്ക് അനുകൂലമായ അഫിഡവിറ്റ് സത്യവാങ്മൂലം നൽകുകയും ചെയ്തു. അവിടെ നിന്നുമാണ് ഈ വിവാദത്തിൻ്റെ തുടക്കം. അങ്ങനെ ഹർജിക്കാരനും കേരള സർക്കാരും ഒന്നായി മാറിക്കൊണ്ട് നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള പ്രദേശം വനഭൂമിയാണ് എന്നും അവിടെ നാഷണൽ ഹൈവേക്ക് അധികാരമില്ല, അവകാശമില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുകയായി. കേരള ഗവൺമെൻറ് അന്ന് അതിനനുസരിച്ചുള്ള അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കാര്യങ്ങൾ സംഭവിച്ചത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മന്ത്രി KA തുളസി. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പുകളുടെ ജില്ലാതല അവലോകന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പ്രവർത്തനത്തിലെ വീഴ്ച മൂലമോ ഉദ്യോഗസ്ഥരുടെ ജാഗ്രതക്കുറവ് മൂലമോ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് നഷ്ടമാകുന്നത് അനുവദിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. വീട്, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകാത്ത നിരവധി പേർ ഇനിയും നാട്ടിലുണ്ട്. ഈ സാഹചര്യത്തിലും കോടിക്കണക്കിന് രൂപയുടെ വികസന ഫണ്ട് പാഴായി പോകുന്നു. ഇത് ഒഴിവാക്കണം. വകുപ്പുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന പരാതികൾ പരിഹരിക്കാൻ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടേതായിട്ടുള്ള ഒരു വീഴ്ച കൊണ്ട് അത്തരത്തിൽ ഫണ്ടുകൾ പാഴായി പോയി അല്ലെങ്കിൽ വക മാറിപ്പോയി എന്ന തരത്തിൽ മറ്റാർക്കും വിമർശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട് എന്നുള്ളത് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഒക്കെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വകുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഒരു വലിയ വകുപ്പാണ്. ഏറ്റവും കൂടുതൽ ഫണ്ടിങ് ഉള്ള വകുപ്പാണ്. ഏറ്റവും താഴെത്തട്ടിലുള്ള പാവപ്പെട്ട ആളുകൾ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് കൂടിയാണ്. നെറ്റ്വർക്ക് സൗകര്യം ലഭ്യമല്ലാത്ത ഉന്നതികളിൽ നെറ്റ്വർക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും യോഗം ചർച്ച ചെയ്തു. ഇടുക്കി MLA റോയ് കെ പൗലോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP, MLA-മാരായ F. രാജ, സേനാപതി വേണു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. നസീം, പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ D. ധർമ്മലശ്രീ, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ്, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ആനയിറങ്കൽ ശങ്കരപാണ്ഡിമെട്ടിന് സമീപം വീട് കത്തിനശിച്ചു. ശങ്കരപാണ്ഡിമെട്ട് സ്വദേശി ദേവപാലിന്റെ വീടാണ് ഭാഗികമായി കത്തിനശിച്ചത്. വീടിനോട് ചേർന്നുള്ള ദേവപാലിന്റെ പലചരക്ക് കടയിലെ സാധനങ്ങളും കത്തിനശിച്ചു. രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ശങ്കരപാണ്ഡിമെട്ട് സ്വദേശി ദേവപാലിന്റെ വീടാണ് ഭാഗികമായി കത്തിനശിച്ചത്. ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് നിഗമനം. വീടിനകത്തെ വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചതായി വീട്ടുടമ പറഞ്ഞു. രാവിലെ 11 മണിക്ക് കറണ്ട് വന്ന പിന്നെ ഇങ്ങനെ ഒരു സംഭവമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. വാഷിംഗ് മെഷീന്, ടൈലറിങ് മെഷീനൊക്കെ ഒത്തിരി സാധനം പോയി. കടയുണ്ടായിരുന്നു. അതിലെല്ലാം പോയി. വീടിനോട് ചേർന്നുള്ള ദേവപാലിന്റെ പലചരക്ക് കടയിലെ സാധനങ്ങളും കത്തിനശിച്ചു. ഓടിക്കൂടിയവർ ചേർന്നാണ് തീ അണച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. മറ്റേ മേളിലെ വീട്ടിലൊരു കൊച്ചുണ്ടായിരുന്നു. അവർ ഉടമസ്ഥനെ വിളിച്ചു. ഉടമസ്ഥൻ ഞങ്ങൾക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓടി ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അണച്ചത്. ഫുള്ളും പുകയും ഭയങ്കര തീയായിരുന്നു. ഫുള്ളായിട്ട് കത്തി. പിന്നെ ഞങ്ങള് സിലിണ്ടർ മാത്രം കത്താത്ത രീതിക്ക് ഉള്ളിൽ കയറിയിട്ട് വെള്ളം സിലിണ്ടറിൽ വെള്ളമൊക്കെ അങ്ങനെ അടിച്ചടിച്ച് ഉള്ളിൽ കയറിയിട്ട് സിലിണ്ടർ എടുത്ത് പുറത്തിട്ടു. പിന്നെ ബാക്കിയുള്ള കാര്യം പിന്നെ ഹോസ് വെച്ച് തന്നെ ഞങ്ങൾ അണച്ചു. പിന്നെ വെള്ളം കോരി ഒഴിച്ചു. അങ്ങനെ അയച്ചു.
പണിക്ക് പോയ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് വെള്ളമൊക്കെ കൊടുക്കുമായിരുന്നു. മേളിലിരുന്ന് ഡ്രമ്മിൽ നിർത്തി മോട്ടർ എടുത്ത് മൂന്നാർ, രാജാക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിശമന സേന സ്ഥലത്തെത്തിയെങ്കിലും ഇടുങ്ങിയ വഴിയിലൂടെ സേനയുടെ വാഹനങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ സാധിച്ചില്ല. മോഷണം പോയ ബൈക്കും മോഷ്ടാക്കളെയും മുരിക്കാശ്ശേരി പോലീസ് പിടികൂടി. മുക്കുടം ഉദയംചേരിയിൽ ആനന്ദ് ശിവദാസ്, കൊന്നത്തടി വെളിയനാട്ട് അഖിൽ സാബു എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി കമ്പളികണ്ടത്തു നിന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് വാത്തിക്കുടി ചെമ്പകപ്പാറ സ്വദേശിയുടെ ബൈക്ക് മുരിക്കാശ്ശേരിയിൽ നിന്നും മോഷണം പോയത്. പരാതി ലഭിച്ച 1 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇതേ നമ്പറിലുള്ള ബൈക്ക് കമ്പളികണ്ടത്ത് പോലീസ് കണ്ടെത്തുന്നത്. ബൈക്ക് ഉപയോഗിച്ചിരുന്ന മുക്കുടം ഉദയംചേരിയിൽ ആനന്ദ് ശിവദാസ്, കൊന്നത്തടി വെളിയനാട്ട് നിഖിൽ സാബു എന്നിവരെ ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ ബൈക്ക് മോഷ്ടിച്ചതാണെന്ന് സമ്മതിച്ചു. ഇടുക്കി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കമ്പളികണ്ടത്തും പരിസരങ്ങളിലും നടന്ന പല മോഷണ കേസുകളിലും ഇവർക്ക് പങ്കുണ്ടോയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഇടുക്കി ഡിവൈഎസ്പിയുടെയും മുരിക്കാശ്ശേരി SHOയുടെയും നിർദ്ദേശാനുസരണം സബ് ഇൻസ്പെക്ടറായ ജോസഫ് KVയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബിനു സെബാസ്റ്റ്യൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജോബി MG, മനോജ് വർഗീസ്, മനു S, അജേഷ്, ഹോംഗാർഡ് സൈമൺ, CPO നവാസ്, അനുമോൾ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന 4 വയസ്സുള്ള കുട്ടിയടക്കം 5 പേർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സേലത്ത് നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്രയ്ക്കെത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പെരിയവര റോഡിൽ സമാന അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. இந்த இடத்துல அடிக்கடி ஆக்சிடென்ட் ஆகிட்டு இருக்கு. ஒரு தடுப்பு ஒரு வைக்கணும். உங்களை ரொம்ப தாழ்மையோட கேட்டுக்கொள்கிறேன். ஏகப்பட்ட இந்த இடத்துல ஏகப்பட்ட ஆக்சிடென்ட் நடந்துட்டு இருக்கு. அதுக்கு கவர்மெண்ட் பார்த்து ஒரு தடுப்பு சுவர் வச்சுட்டீங்கன்னா நல்லா இருக்கும். அதே மாதிரி டிசி பங்களா ஒரு தடுப்பு சுவர் வச்சிருக்கேன். அதே மாதிரி இந்த மெயின் ரோட்ல ஒரு தடுப்பு சுவர் வச்சா ரொம்ப உபகாரமா இருக்கும். பெரியவாரில இருந்து மூணார் போற ரோடு, இந்த ரோட்ல பாத்தீங்கன்னா நிறைய அபகடம் நடக்குது. பெரும்பாலும் வர்றவங்களுக்கு இது பாதுகாப்பு இல்லாத இடமா இருக்கு. இந்த முக்கியமான அதிகாரி வந்துட்டு இதுக்கு ஒரு நல்ல ஒரு திண்டு கட்டி ஒரு சேஃப்டி பண்ணணும்னு இதோட ஒரு 10-12 കാര്യം നടന്നിருக்கு. റോഡിന്റെ വശങ്ങളിൽ മതിയായ സുരക്ഷാ ഭിത്തിയോ ക്രാഷ് ബാരിയറുകളോ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് ആക്ഷേപം. അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ DTPC കെട്ടിടം വർഷങ്ങളായി കാട് കയറി നശിക്കുന്നു. ഇവിടം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുന്നുവെന്ന പരാതിക്കൊപ്പം സഞ്ചാരികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. മൂന്നാർ ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള DTPC കെട്ടിടം വർഷങ്ങളായി പരിപാലനമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഒരു കാലത്ത് വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന കെട്ടിടവും പരിസരവും ഇന്ന് കാട് കയറി നശിച്ചിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു. മൂന്നാർ പോസ്റ്റ് ഓഫീസ് പകുതിയിൽ TTPC കെട്ടിടം കുറേ നാളുകൾ അടഞ്ഞു കിടக்குது. இதனால பொதுமக்களும் வினோதசஞ்சாரிகளும் ரொம்ப புத்திமுட்டில் இருக்கிறாங்க. ஏன்னா நைட்டு ஒரு 8 மணிக்கு மேலே இங்கே மூணாரில் எந்த ஒரு பாத்ரூமும் சௌகரியம் இல்லை. இப்போ அதனால் பாத்ரூம்காண்டி நிறைய டூரிஸ்டுகளும் ரொம்ப புத்திமுட்டில் இருக்கிறாங்க. அதனால் அது மட்டும் இல்லாமல் நைட்டானவொன்னே சாமூக விரோதர்கள சல்லியம் ரொம்ப கூடுதலாக இருக்குது. இதை தொடர்ந்து பிரவர்த்திக்கணும்னு சொல்லி TTPCக்கும் പഞ്ചായത്തുക്കും ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. പ്രതിദിനം നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന മൂന്നാറിൽ ആവശ്യത്തിന് പൊതു ശൗചാലയങ്ങൾ ഇല്ലാത്തത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. DTPC കെട്ടിടം നവീകരിച്ച വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നും അതോടൊപ്പം ആധുനിക പൊതു ശൗചാലയങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും അടിയന്തരമായി ഒരുക്കണമെന്നും നാട്ടുകാരും വിനോദസഞ്ചാര മേഖലയിലെ പ്രവർത്തകരും ആവശ്യപ്പെട്ടു. ജനപ്രതിനിധികൾക്കായുള്ള കില ഏകദിന പരിശീലന പരിപാടി നെടുങ്കണ്ടത്ത് നടന്നു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അതിജീവിക മിഷൻ ഗ്രാമീണ പദ്ധതിയുടെ ഭാഗമായുള്ള പരിശീലനമാണ് നടന്നത്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CS യശോധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോണിയ മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. കിടപ്പ് രോഗികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ചികിത്സാ പരിചരണ ഭാരം ലഘൂകരിക്കുന്നതിനായി റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര ആവിഷ്കരിച്ച ഒപ്പം പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ് ലൈബ്രറിയുടെ ഉദ്ഘാടനം ജൂലൈ 17 നടക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വീടുകളിൽ കിടപ്പിലായി കഴിയുന്ന രോഗികൾക്ക് ചികിത്സയുടെയും പരിചരണത്തിന്റെയും ഭാഗമായി ആവശ്യമായി വരുന്ന വില കൂടിയ മെഡിക്കൽ ഉപകരണങ്ങൾ പല കുടുംബങ്ങൾക്കും സ്വന്തമാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ.
ഈ സാഹചര്യത്തിൽ രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സൗജന്യമായി ലഭ്യമാക്കി സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും മെച്ചപ്പെട്ട പരിചരണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പം പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ്സ് ലൈബ്രറി ആരംഭിക്കുന്നത്. റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര പ്രസിഡന്റ് സാബു കെ തോമസിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ വിവിധ ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. ഒപ്പം അതായത് പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ് ലൈബ്രറി, റോട്ടറിയുടെ ഇന്റർനാഷണൽ തീമായ ക്രിയേറ്റിംഗ് ലാസ്റ്റിംഗ് ഹോപ്പ്, അതുപോലെ ഡിസ്ട്രിക്ട് തീമായ ഹോപ്പ്, ഹോപ്പ് പ്ലസ് എന്നിവയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ് ലൈബ്രറി. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരു പെട്ടെന്ന് രോഗിയായി തീരുന്ന ഒരു മനുഷ്യന് ഒരു ഹോസ്പിറ്റൽ ബെഡിൻ്റെ ആവശ്യം വരും, ഓക്സിജൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ആവശ്യം വരും, അതുപോലെ വീൽ ചെയറുകൾ, IV സ്റ്റാൻഡുകൾ, അങ്ങനെ മറ്റ് പല ഇതുമായി ബന്ധപ്പെട്ട ഉപയോഗ ആവശ്യങ്ങളും വരുന്നുണ്ട്. എന്നാൽ ഇത് ഉടനെ പോയി വാങ്ങുവാനായിട്ട് സാധ്യതയുള്ള വളരെ ചുരുക്കം ചിലരെ നമ്മുടെ സമൂഹത്തിലുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അവർ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഈ എക്യുപ്മെൻറ്റ്സ് അവർക്ക് എടുക്കുകയും, അതായത് ഒരു ലൈബ്രറി പോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എക്യുപ്മെൻറ്റ്സ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനുശേഷം ആവശ്യത്തിന് ശേഷം നമുക്കത് തിരികെ നമ്മുടെ സെൻറ്ററിൽ തിരികെ ഏൽപ്പിക്കുകയും ചെയ്യാം. പഞ്ചായത്തിന്റെ ശുപാർശ ഹാജരാക്കുന്നവർക്ക് ആശുപത്രി കിടക്കകൾ, വാട്ടർ ബെഡുകൾ, ഓക്സിജൻ ബെഡുകൾ, വീൽചെയറുകൾ ഉൾപ്പെടെ പാലിയേറ്റീവ് പരിചരണത്തിന് ആവശ്യമായ വിവിധ മെഡിക്കൽ ഉപകരണങ്ങൾ ലൈബ്രറിയിൽ നിന്ന് ലഭ്യമാക്കും. രോഗിയുടെ ഉപയോഗം കഴിഞ്ഞാൽ ഉപകരണങ്ങൾ തിരികെ ലൈബ്രറിയിൽ ഏൽപ്പിച്ച മറ്റു രോഗികൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ഒരേ ഉപകരണം നിരവധി കുടുംബങ്ങൾക്ക് തുടർച്ചയായി പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഇത്. വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സാബു കെ തോമസ്, റോബിൻ തൃട്ടയിൽ, ജോമി പയ്യിലുമുറി, സാബു വൈലിൽ, മാണി ഇരുമേട എന്നിവർ പങ്കെടുത്തു. ദേശാഭിമാനി ഇടുക്കി ബ്യൂറോ ചീഫും കവിയുമായ KT രാജീവിന്റെ കവിതാ സമാഹാരം ചരിത്രം ചരിത്രത്തോട് പറഞ്ഞത് പ്രകാശനം ചെയ്തു. എഴുത്തുകാരനും MG സർവകലാശാല സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ഹരികുമാർ ചെങ്ങമ്പുഴ എഴുത്തുകാരി ഷീല ശങ്കറിന് ആദ്യ പ്രതി കൈമാറി. KT രാജീവിന്റെ 7ാമത് പുസ്തകമാണ് ചരിത്രം ചരിത്രത്തോട് പറഞ്ഞത്. സാഹിത്യപ്രവർത്തക സംഘമാണ് പ്രസാധകർ. വീതി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. പ്രസിഡന്റ് KC രാജു അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് സിജു രാജക്കാട് പുസ്തകം പരിചയപ്പെടുത്തി. എഴുത്തുകാരും സാംസ്കാരിക നേതാക്കളുമായ AB സജീവൻ, KP അനിൽ, ജെയ്നി സിജു, ബേബിലാൽ, KM അജേഷ്, EK ജിജിമോൻ, AP റഫീഖ്, KK സജികുമാർ, KC സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. KT രാജീവ് മറുപടി പ്രസംഗം നടത്തി. S ജാനകിയുടെ വേർപാടിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. പനംകുട്ടി സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടന്നു. ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് പൗവത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം നിർവഹിച്ചു. അച്ഛനൊരു വ്യത്യസ്തനായ അച്ഛനാണ്. അങ്ങനെയാണ് ഞാൻ അച്ഛനെ വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 180 ഇനം അല്ലേ, കാന്താരി മുതൽ ഏതൊക്കെ ഇനം മുളകുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. ഞാൻ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. 180 ഇനം മുളക് ഈ നാട്ടിൽ ഇവിടെ നിന്ന് കിട്ടുമോ? 150 ഇവിടെ ഉണ്ടായി. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK പ്രസാദ്, സ്പോർട്സ് ക്ലബിന്റെയും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു KJ, ഗണിത ക്ലബിന്റെയും ഗ്രാമപഞ്ചായത്ത് അംഗം മിനി റോയി, സയൻസ് ക്ലബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികൾക്ക് MLAയുമായി സംവദിക്കുന്നതിനുള്ള അവസരവും ഒരുക്കിയിരുന്നു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ടീന തോമസ്, PTA പ്രസിഡന്റ് ബിനു പുരിമറ്റത്തിൽ, MPTA പ്രസിഡന്റ് സോണിയ ബിനോ, സീനിയർ അസിസ്റ്റന്റ് മിനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏലം കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തും ശാന്തൻപാറ കൃഷിവിജ്ഞാൻ കേന്ദ്രവും സ്പൈസസ് ബോർഡും സംയുക്തമായാണ് ഏലം കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അടുത്ത സാമ്പത്തിക വർഷം പഞ്ചായത്തിലെ പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് ജീവാണു വളങ്ങൾക്ക് അത് വിവിധ ഘട്ടങ്ങളിലേക്ക് എത്തിക്കുവാനും സബ്സിഡി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പഞ്ചായത്തിനെ പറ്റി കിടക്കുവാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ കർഷകർക്ക് ഗുണപ്രദമാകുന്ന അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന നിലയിലേക്കുള്ള പ്രവർത്തനം ഈ ഭരണസമിതിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി മാവേലിൽ അധ്യക്ഷത വഹിച്ചു. സ്പൈസസ് ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചും വിള ഇൻഷുറൻസിനെ പറ്റിയും സ്പൈസസ് ബോർഡ് ഉദ്യോഗസ്ഥരായ അന്ന ജോയി, അമലു ജോയി എന്നിവരും ജീവാണുവളങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റിയും അമിത രാസവള പ്രയോഗം, കാലാവസ്ഥാ വ്യതിയാനം മൂലം മണ്ണിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘടനാമാറ്റത്തെക്കുറിച്ചും KVKയിലെ സയന്റിസ്റ്റ് പ്രീതു K പോൾ, ഗീതു M എന്നിവരും
ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോയി കാട്ടുപാലം, മഹേഷ് മാത്യു, വത്സമ്മ ശശികുമാർ, അഡ്വക്കേറ്റ് ഷിബിൻ തോമസ്, ഓമന ശിവൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സെമിനാറിൽ പങ്കെടുത്ത കർഷകർക്ക് ജീവാണുവളങ്ങളായ വാം ജൈവവളവും വിതരണം ചെയ്തു. കാഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ജില്ലാ അന്ധതാ നിവാരണ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ സഹകരണത്തോടെ കാഞ്ചാർ പള്ളിക്കവലയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഷ് മണ്ണൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ചാർ പള്ളിക്കവല വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാഴ്ച സംരക്ഷിക്കുക, ജീവിതം സുന്ദരമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ അന്ധതാ നിവാരണ മൊബൈൽ യൂണിറ്റ് സർജൻ ഡോക്ടർ മീര മാത്യു നേതൃത്വം നൽകി. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഷ് മണ്ണൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഓരോ ദിവസം ചെല്ലുന്നതോറും പഴയ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊച്ചുകുട്ടികൾ പോലും കണ്ണടകളെ ആശ്രയിക്കേണ്ട ഒരു ജീവിത ശൈലിയാണ് ഇപ്പം നമ്മൾ ഓരോരുത്തരും തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് നേരത്തെ തന്നെ നമ്മളുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും ചെറിയ കംപ്ലൈൻറ്റുകൾ പോലും വളരെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിന് വേണ്ട ചികിത്സ അത് തികച്ചും സൗജന്യമായി തന്നെ തരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ആരോഗ്യ രംഗവും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും അടക്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം ജോസഫ് മൂഴയിൽ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ഷിബു പോൾ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ മീര മാത്യു ആരോഗ്യ സന്ദേശം നൽകി. ജില്ലാ കോർഡിനേറ്റർ സ്മിത, ഷാനിത, ചാർലി പാലമറ്റം, സണ്ണി മാമ്പറയിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാഞ്ചാർ ലബക്കട JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. NSS യൂണിറ്റും സ്പോർട്സ് കൗൺസിലും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മത്സരങ്ങളിൽ വിദ്യാർത്ഥികളുടെ ടീമുകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് CST മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമുകളെ അഭിനന്ദിച്ചു. കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് CST, ബെർസാർ ഫാദർ ചാൾസ് തോപ്പിൽ CST എന്നിവർ സംസാരിച്ചു. IDBI ബാങ്കിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയ്ക്ക് കീഴിലുള്ള 20 ഏക്കർ താലൂക്ക് ആശുപത്രിക്ക് ആംബുലൻസ് കൈമാറി. രോഗികൾക്ക് 24 മണിക്കൂറും സേവനം ലഭ്യമാകുന്ന രീതിയിലാണ് പുതിയ ആംബുലൻസ് സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് IDBI ബാങ്ക് കട്ടപ്പന ബ്രാഞ്ച് പദ്ധതി നടപ്പിലാക്കിയത്. രോഗികൾക്ക് 24 മണിക്കൂറും സേവനം ലഭ്യമാകുന്ന രീതിയിലാണ് പുതിയ ആംബുലൻസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ബാങ്കിനെ പ്രതിനിധീകരിച്ച സീനിയർ റീജിയണൽ ഹെഡ് റോണി ജോസ്, AGM ശ്രീജിത്ത് എസ്, കട്ടപ്പന ബ്രാഞ്ച് മാനേജർ അമൽ ഡൊമിനിക് എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി എന്നിവർ ചേർന്ന് വാഹനം ഏറ്റുവാങ്ങി. വിവിധ ജനപ്രതിനിധികളും ആശുപത്രി ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇത്തരം പദ്ധതികൾ തുടർന്ന് നടപ്പിലാക്കുമെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. സ്വന്തം വീടെന്ന സ്വപ്നം ഇനി എങ്ങനെ പൂർത്തിയാക്കുമെന്ന ആശങ്കയിലാണ് വയോധികയായ നെടുങ്കണ്ടം ഉപ്പുകണ്ടം സ്വദേശിനി വിജയമ്മ സദാനന്ദൻ. സർക്കാർ പദ്ധതിയിൽ വീട് അനുവദിച്ചെങ്കിലും ഗഡുക്കൾ ലഭിക്കാത്തതിനാൽ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. 1 വർഷത്തിലേറെയായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഈ വയോധിക. ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് ജീവിച്ച വിജയമ്മയുടെ അവസാന ആഗ്രഹം ഒന്നു മാത്രമാണ്: മരിക്കുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങണം. ആ സ്വപ്നത്തിന് പ്രതീക്ഷയായി എത്തിയത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയാണ്. ത്രിതല പഞ്ചായത്തുകളുടെയും സംസ്ഥാന സർക്കാരിന്റെയും വിഹിതങ്ങൾ ഉൾപ്പെടെ 4 ലക്ഷം രൂപയാണ് വീടിനായി അനുവദിച്ചത്. എന്നാൽ 3 ഗഡുക്കളിലായി ലഭിച്ചത് ആകെ 1,98,000 രൂപ മാത്രം. ആ തുക ഉപയോഗിച്ച് വീടിന്റെ തറയും ഭിത്തിയും വരെ പൂർത്തിയാക്കി. പിന്നീട് ഫണ്ട് നിലച്ചു, വീടിന്റെ പണിയും നിലച്ചു. മഴയും കാലാവസ്ഥയും കണക്കിലെടുത്ത് പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ മനസ്സു സമ്മതിച്ചില്ല. ഒടുവിൽ കടം വാങ്ങിയാണ് വീടിന്റെ മേൽക്കൂര വാർത്തത്. എന്നാൽ ഇനി ബാക്കി നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ തുക അനുവദിച്ചിട്ടില്ല എന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം. കിട്ടാനുള്ള ഗഡുക്കൾക്കായി കഴിഞ്ഞ 1 വർഷമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഈ വയോധിക. ഉടൻ ലഭിക്കുമെന്ന മറുപടി മാത്രമാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. ഇവിടെ ഞാൻ മാർച്ച് വൃശ്ചികത്തിലാണ് ഞാൻ ഇവിടുന്ന് പോണത്. വീട് പണിത ശേഷമാണ് പച്ചടിക്ക് പോയത്. അത് അന്നേരത്തേക്ക് ഈ വീട് ഇങ്ങനെ കടം വാങ്ങിച്ച് വാർക്ക കഴിഞ്ഞു. അപ്പോഴേ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ഓടി ഓടി ഇങ്ങനെ നടക്കുന്നേക്കാളും പ്രായം ഒത്തിരി ആയില്ല. അന്നേരം 2 കതവ് ഇട്ടിട്ട്, കതവ് ഇട്ടില്ലെങ്കിൽ സാരിയെങ്കിലും ഞാൻ വലിച്ചു കെട്ടിക്കോളാമെന്നാണ് ഞാൻ പറഞ്ഞത്.
അന്നേരം ബാത്റൂമും വേണം എനിക്ക്. വെട്ടമില്ലെങ്കിൽ ഞാൻ മെഴുകുതിരിയെങ്കിലും കത്തിച്ച് വെച്ചോളാം, അടുപ്പില്ലെങ്കിൽ ഞാൻ മുറ്റത്തെങ്കിലും വേവിച്ചോളാം, അല്ലെങ്കിൽ ഓരോ വന്നെങ്കിലും വാങ്ങിച്ചു വെച്ച് ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ടാണ് ഞാൻ വാർക്കയ്ക്ക് ദൈവം പ്രവർത്തിച്ച് കടം വാങ്ങിച്ച് ചെയ്തത്. അവരെന്താ പറയണേ? അവർ പറയുന്നത് താമസമുണ്ടെന്ന്. പിന്നെ സാറ് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ ബ്ലോക്കിൽ ചെന്നപ്പോൾ സാറ് പറഞ്ഞ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഭരണപരമായ റിവിഷനുകൾ നടക്കുന്നതിനാലാണ് ഫണ്ട് അനുവദിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. വിജയമ്മയുടെ ദുരിതം ഒറ്റപ്പെട്ടതല്ല. ബ്ലോക്ക് പഞ്ചായത്തുകൾ വഴി PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർധന കുടുംബങ്ങൾക്ക് അനുവദിച്ച നിരവധി വീടുകളുടെ നിർമ്മാണമാണ് ഗഡുക്കൾ ലഭിക്കാത്തതിനെ തുടർന്ന് മുടങ്ങിക്കിടക്കുന്നത്. സർക്കാർ പദ്ധതിയിൽ അനുവദിച്ച വീടിന്റെ ബാക്കി ഗഡു ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്നും വിജയമ്മ. ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ തണലിൽ കഴിഞ്ഞ ഈ വയോധികയ്ക്ക് സ്വന്തം വീടിന്റെ തണലിൽ ഒരു സമാധാന രാത്രി ചെലവഴിക്കാനാകുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇനി അധികൃതരുടെ നടപടികളിലാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. കുമളി സ്പൈസ്മോർ ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 242, വിൽപ്പനയ്ക്ക് വന്നത് 86,526, വിൽപ്പന നടന്നത് 86,166, കൂടിയ വില 3,685, ശരാശരി വില 2,889. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 700 രൂപ, ഏലം കൂടിയ വില 2,850, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പൂ 950, കൊക്കോ 100, റബ്ബർ 260. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 13,135 രൂപ, വെള്ളി 240. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻമന്ത്രി റോഷി അഗസ്റ്റിനെതിരായ മലങ്കര ടൂറിസം അഴിമതി ആരോപണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്താനായില്ലെന്ന് വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇടുക്കി വിജിലൻസ് DYSP തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഈ ഘട്ടത്തിൽ നടത്തിയ പരിശോധനകളിൽ അഴിമതി നടന്നതിനോ ക്രമക്കേടുകൾ ഉണ്ടായതിനോ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന്. വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി MM മണി. ഉദ്യോഗസ്ഥർ മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുമെന്നും പോലീസും ഫോറസ്റ്റും തങ്ങൾക്ക് പുല്ലാണെന്നും MM മണി. MM മണിയുടെ വിമർശനം കർഷക സംഘം നടത്തിയ നഗരംപാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് മാർച്ചിനിടെ. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫിന്റെ പേരിൽ തനിക്കും വ്യാജ കോൾ വന്നെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് തനിക്ക് താൽപ്പര്യമുള്ളയാളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്നായിരുന്നു വാഗ്ദാനം. ജൂലൈ 10-ാം തീയതിയാണ് കോൾ വന്നത്. ഇക്കാര്യം അപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിനെ അറിയിച്ചെന്നും ഡീൻ കുര്യാക്കോസ്. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സണെ പുറത്താക്കാൻ UDF-നുള്ളിൽ നടന്ന അണിയറ നീക്കങ്ങൾക്ക് താൽക്കാലിക വിരാമം. രാജിവെച്ചാൽ നടന്നതെന്തെന്ന് വെളിപ്പെടുത്തുമെന്ന ചെയർപേഴ്സന്റെ തുറന്നു പറച്ചിലിൽ നേതാക്കൾ വിരണ്ടതായി സൂചന. അതേസമയം നഗരസഭ ഭരിക്കുന്നത് കോൺഗ്രസ്, ലീഗ്, BJP ധാരണയിലുള്ള പവർ ഗ്രൂപ്പ് എന്ന ആരോപണവുമായി CPM. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.